നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് ആദർശൻ നയനയും കൂടെ നവ്യയുടെ അരിയിലേക്ക് വരുമ്പത്തേനും നവ്യ പറഞ്ഞു, ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അനഘയും മോളെയും കൂടെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണം, ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം. ഹ്, എന്താണെങ്കിലും അനഘയും മോളും ഈ വീട്ടിൽ നിന്ന് കഴിയുമ്പത്തേനും അബിക്കും എന്റെ അമ്മായിമ്മയ്ക്കും ഒക്കെ നല്ല ദേഷ്യമായിരിക്കും. അതെനിക്കൊന്ന് കാണണം. അത് മാത്രമല്ല, കുറച്ചു നാള് കുഞ്ഞ് അവരുടെ മുന്നിൽ കൂടെ ഓടിക്കളിക്കട്ടെ എന്ന് പറഞ്ഞു. ചന്തുമോൾ ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, വന്നു കഴിയുമ്പത്തിന് അബിയുടെ ഒരു അവസ്ഥ, അതെ, അതാണ് എനിക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നോക്കണ്ടേന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതേ നവ്യേച്ചിയുടെ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നയന പറഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ അച്ഛനും അമ്മയൊക്കെ കാര്യങ്ങൾ അറിയണം. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ പോവാന്ന് പറഞ്ഞു. നാളെ? അതെ, നാളെ പോവാം. നാളെ പോയി കാര്യങ്ങളൊക്കെ പറയാം. ഇതറിഞ്ഞു കഴിയുമ്പത്തേനും അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നു നയന പറഞ്ഞു. അതെ, എനിക്കറിയാം സന്തോഷമാവുന്ന. ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു ദിവസം അവിടെ നിന്നാലോ? അല്ല, അപ്പൊ ഇവിടെ എന്ത് കള്ളത്തരം പറയും? കള്ളത്തരം പറഞ്ഞ് എനിക്ക് ശീലമായതാ, അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് നവ്യ പറഞ്ഞു. ആ കാര്യമോർത്ത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ അവന്തേക്ക് അറിഞ്ഞാലും വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് ആദർശ് പറഞ്ഞു. തൽക്കാലത്തേക്ക് വേണ്ട ആദർശേട്ടാ, എനിക്കെന്തോ അവൾ അത്ര വിശ്വാസം പോരാന്ന് പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും അല്ലല്ലോ. പറയാൻ പറ്റില്ല, ചിലപ്പോ ഈ പറയുന്ന നാഗേന്ദ്രനുമായിട്ട് അവൾക്ക് കണക്ഷൻ ഉണ്ടോന്ന് അറിയത്തില്ല. നയന് പറഞ്ഞു, അത് ശരിയാ ആദർശേട്ടാ, നമ്മളെ ഇഷ്ടമുള്ളവർ മാത്രം തൽക്കാലത്തേക്ക് അറിഞ്ഞാൽ മതി, വേറെ ആരും ഇപ്പൊ ഈ സംഗമത്തെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ അങ്ങോട്ട് കയറിപ്പോട്ടെ. നമ്മൾ അധിക സമയം ഇവിടെ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് സംസാരിക്കുന്ന അപകടമാണ്. ഏത് സമയത്ത് ആരുടെയും ചെവി കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുന്നെന്ന് അറിയില്ല. അതും പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് കയറിപ്പോയി. ആദർശനെന്നാ എനിക്ക് നല്ല സന്തോഷം തന്നെയായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അബിയ അവിടെ ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. അബിയെ കണ്ടപ്പോഴത്തേനും നവ്യ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല നാളെ. എന്താ നവ്യ, എന്തു പറ്റി? അതെ, എന്റെ ഒരു വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വല്യമ്മ? ഏത് വല്യമ്മ? അത് നിനക്കങ്ങനെ അറിയില്ല. എന്റെ കല്യാണത്തിന് ശേഷം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായതുകൊണ്ട് പിന്നെ അവരുമായിട്ട് അധികം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞു. കല്യാണോ? അതെ, നാളെ 10 മണിക്കാണ് കല്യാണം. എന്നിട്ട് നീ പറഞ്ഞില്ലോ? എന്നോട് പോലും വിളിച്ചു പറയുന്നേ ഇത് കുറച്ചു മുമ്പാണ്. പക്ഷെ ഞാൻ അവരുമായിട്ട് അടുപ്പമില്ലാത്തോണ്ടാട്ടോ അങ്ങനെ ഒക്കെ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ എന്നോട് അവർക്ക് ഭയങ്കര താല്പര്യ. ഞാൻ വലിയ മോഡലും കാര്യങ്ങളൊക്കെ അല്ലേ. അബി, നീ വരണമെന്ന് പറഞ്ഞു. നമുക്ക് രണ്ടുപേർ കൂടെ പോവാന്ന് പറഞ്ഞു. കാരണം നയനെ നന്ദൊക്കെ അപ്പൊ പിന്നെ ഞാൻ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. എടി, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്താൽ മതി, നീ തന്നെ പോയാൽ മതി, ഞാനെന്തിനാ വരുന്നേ? അത് ശരിയാവത്തില്ല. നീയും കൂടെ വന്നില്ലെങ്കിലേ ആൾക്കാരൊക്കെ ചോദിക്കില്ലേ നീ എന്തിയെന്ന്. പിന്നെ എനിക്ക് നാണക്കേടല്ലേ? പോരാത്തേന് ആ നന്ദുവിന്റെ നയനയുടെ ഒക്കെ മുന്നിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട വരത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നിന്നോടും കൂടെ വരാൻ. അത് ശരിയാകത്തില്ല, നീ പോയിക്കോ, എനിക്ക് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ പോയിട്ട് വന്നാ മതി. നവിക്ക് സന്തോഷമായി. അത് തന്നെയാണല്ലോ നവി ആഗ്രഹിക്കുന്നു. കള്ളവാന്ന് ഒരു കാരണവശാലും ഇവൻ അറിയാനായിട്ട് പാടില്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, എടി, പഴയതുപോലെ ഒന്നും അല്ല, ഇപ്പൊ നീ വലിയ മോഡലാണല്ലോ, എവിടെ ചെന്നാലും നീ ശ്രദ്ധിക്കപ്പെടും. ജ്വല്ലറി മോഡൽ ആയതുകൊണ്ട്. അതെ, അതെനിക്ക് ഉറപ്പുണ്ട്. വല്യമ്മ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ നീ അവിടെ സ്റ്റാർ ആവുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ നന്ദുവിനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോ എന്നെ എങ്ങാനും ചൊറിയാൻ വന്നാണ്ടല്ലോ, അവിടെ കൂട്ടത്തല നടക്കും. ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. പിന്നെ അത് മാത്രല്ലടാ അബി, അതിനുശേഷം പിറ്റേ ദിവസം നല്ല വീട് കാണുന്ന ചടങ്ങുണ്ട്, ചിലപ്പോ അതിനും കൂടെ പോകേണ്ട വരും. ശരി, നീ മോനെയും കൂടെ കൊണ്ടുപോക്കോ, എല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ പിന്നെ എടി, നിന്നെ വേണേ ഞാൻ അവിടെ കൊണ്ടേ ആക്കാം. അത് വേണ്ട, നീ വരുന്നുണ്ടെങ്കിൽ വന്നാ മതി, അല്ലാതെ കൊണ്ടേ ആക്കാനൊന്നും വരണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നീ പോയിട്ട് വന്നാ മതി, എനിക്ക് സന്തോഷമുള്ളൂ നീ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അബി തന്റെ ജോലി തുടരുവാണ്. നബിക്ക് സന്തോഷമായി. ഇതിനു വേണ്ടിയിട്ടാണ് താൻ കാത്തിരുന്നത്. ഇവനിട്ടൊരു പണി കൊടുക്കാനായിട്ട് നല്ലൊരു അവസരം കൂടി ആണ് ഇതെന്നൊരു ചിന്തയൊക്കെയായിരുന്നു നബിയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു അടുക്കളയിലേക്ക് ചെല്ലുമ്പോ ഭയങ്കര പാചകത്തിലായിരുന്നു കനക. ഇതെന്താമേ, നയനേച്ചി അങ്ങനെ നാളെ വരുന്നുണ്ടോ, അതോ അമ്മ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ആദർശ് മോനും നായനും മോളും കൂടെ നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടെ ഒരു ഗസ്റ്റും ഉണ്ടെന്ന്. ഗസ്റ്റോ? അതാരാന്നറിയില്ല. ചിലപ്പോ ചന്തുമോളായിരിക്കും എന്ന് പറഞ്ഞു. ചന്തുമോളെയും കൊണ്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോ അങ്ങനെയായിരിക്കും, ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഇനി എന്റെ സംശയം ഇനിയിപ്പം നവീമോനും അവന്റെ അച്ഛനും അങ്ങനെയൊക്കെ ആണോന്ന്. അച്ഛനോ? അല്ല മോളെ, നവീമോന്റെ അച്ഛൻ വല്ല വരുവോ മറ്റോ ചെയ്തോ? മോൾക്ക് അറിയാമെന്ന് ചോദിച്ചു.
1 മാസത്തോടെയൊക്കെ കഴിഞ്ഞിട്ടാ വരുവോളെന്നൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. ആണോ? അപ്പൊ പിന്നെ ആരായിരിക്കും? മോളൊരു കാര്യം ചെയ്യാം, ഒന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോ മോളോട് പറഞ്ഞാലോ എന്ന് പറഞ്ഞു. നന്ദുവിന് ആ പടം അസ്വസ്ഥതയായി. നവീന്റെ വീട്ടിൽ നിന്ന് ഇനിയും വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനങ്ങ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ വിവാഹം ഒന്ന് ഇല്ലാതാക്കാൻ നോക്കിക്കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആ സമയത്ത് നയന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക നാളത്തെ കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കുമാണ് ജലജയുടെ വരവ്. ഉം. ജലജ വന്നിട്ട് നയനയെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല നാളെയല്ലേ കല്യാണം എന്ന് ചോദിച്ചു. അതെ, കല്യാണത്തിന് നീ പോകുന്നില്ലേ? അവിടെ ചെന്ന് കഴിയുമ്പം ആ നന്ദു നയനയൊക്കെ കാണുമായിരിക്കുമല്ലോ. കാണട്ടമ്മേ, അതിനെനിക്കെന്താ, ഞാൻ അവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ അതെ, അങ്ങനെ തന്നെ വേണം. ഒന്നിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നീ നിന്റെ പാട് നോക്കി പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ പിന്നെ ഇപ്പം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല, വേറൊരു കാര്യം നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്ന. എന്താമ്മേ കാര്യം? അതെ, ഈ അബിയെ ജ്വല്ലറി വെച്ചെങ്ങാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവന്റെ അച്ഛനെ കാണുന്ന സംസാരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഒരു നിമിഷം നയനൊന്ന് നവിയൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഏയ് ഇല്ലാന്ന് പറഞ്ഞു. കള്ളത്തരമൊന്നും അല്ല പറയണേ. ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ അല്ല, അവൻ നിന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ പറയരുതെന്നൊന്നും. എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ അതെ, ഈ പറയുന്ന നാഗേന്ദ്രൻ എന്ന് പറയുന്ന വിഷപ്പാമ്പാണ്, ഇരുതല മുറിച്ചുള്ള പാമ്പാണ്. ഓ, അതിനേക്കാളും വലിയ വിഷമാ നിങ്ങള്. അങ്ങനെയൊക്കെ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്. അവന് എന്റെ മോനെ മോളെയൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കും, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. അവന് എവിടെയെങ്കിലും ഇത്തിരി പൈസ കിട്ടുന്ന കാര്യമാണെങ്കിൽ അങ്ങോട്ട് ചായുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് നീയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങാനും നാഗേന്ദ്രനുമായിട്ട് അവൻ കൂട്ടുകൂടാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെയും കുഞ്ഞിന്റെ നാശമാ. അപ്പോഴേക്കും നബി പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഒരു നാശം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഏൻ ജോലിയിലല്ലേ ജോലി ചെയ്യുന്നേ. ഇത്തവണയാണെങ്കിൽ ഓണത്തിന് കുറെ പരസ്യമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടാതെ ബോണസും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് കിട്ടുക തന്നെ ചെയ്യും. അല്ല, അമ്മ തന്നെയല്ലേ പറഞ്ഞേ അവിടെ പോയി ജോലി ചെയ്തോ നല്ലതെന്നൊക്കെ പറഞ്ഞ് എന്നെ അബിയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. അബി മാനേജർ ആയിരുന്നല്ലോ. എന്നിട്ട് അമ്മ ഒടുവില് അബിയോട് ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞു. അത് പിന്നെ മോളെ, നാഗേന്ദ്രന്റെ ജ്വല്ലറിയാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാ. ഓ, ഇവരെന്തിനെയോ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. ഇവര് നാഗേന്ദ്രന്റെ കാര്യത്തില് വല്ലാത്ത ടെൻഷനാണ്. ഇവരുടെ കയ്യിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒരു ചിന്ത നവിക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നവി പറഞ്ഞു, എന്താണെങ്കിലും എനിക്ക് ജ്വല്ലറിയിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. നല്ല ക്യാഷ് കിട്ടുന്നതാണേ ഞാൻ എന്താണേലും പോവും, ആരൊക്കെ പറഞ്ഞാലും പോവുക തന്നെ ചെയ്യും. അതും പറഞ്ഞിട്ട് നവി അകത്തേക്ക് കയറിപ്പോയി. ജലജയ്ക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാകുമെന്ന് ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ നാഗേന്ദ്രന്റെ അബിയുടെ അടുത്തേക്ക് വേണു ചെല്ലുവാണ്. അങ്ങനെ വേണു എന്നിട്ട് പറഞ്ഞു, സാറേ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാ, പൈസ പോലും ഇല്ല, എങ്ങനെയാണ് നാട് വിട്ടു പോകേണ്ട ഒരു ഗതികേടാ വന്നിരിക്കുന്നത്. എന്റെ മോൾക്കെങ്കിലും കമ്പനിയിൽ ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, വേണ്ടച്ചാ ഇത് പ്രശ്നമാവൂന്ന് പറഞ്ഞു. എടാ അബി, ഇങ്ങനൊന്നും നീ പറയരുതെന്ന് പറഞ്ഞു വേണു. എന്റെ മോൾക്ക് ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു, അവളെ മോഡലാക്കിയാലും മതി. ഓഹോ, അപ്പൊ എന്റെ ഭാര്യയുടെ പണി കളയാനാണോ? അബി, നിനക്ക് നിന്റെ ഭാര്യയോട് എത്രമാത്രം ആത്മാർത്ഥയുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതെ, നിന്റെ ഭാര്യയുടെ പണി കളഞ്ഞിട്ട് എന്റെ മോൾക്ക് അവിടെ മോഡലാക്കി ജോലി കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. എന്നാലും അവളെയും കൂടി ഒന്ന് പരിഗണിച്ചുകൂടെ സാറേ, അവള് ബികോം പഠിച്ചതെന്നൊക്കെ നാഗേന്ദ്രനോട് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, നമുക്ക് നോക്കാം, അവളെ ജോലിക്കെടുക്കാൻ നോക്കാം. ഒരുപക്ഷെ അവൾ ഇവിടെ കയറിയിട്ട് നല്ല പെർഫോമൻസാ കാഴ്ചവെക്കുന്നെങ്കിൽ അവളെ ദുബായിലെ ബ്രാഞ്ചിലേക്ക് വിടാം. വേണമെങ്കിൽ നിങ്ങൾക്കും അവിടെ പോയി നിൽക്കാലോ, പിന്നെ കടക്കാരുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അത് മതി സാറേ, അത് വലിയ ഉപകാരമായിരുന്നു. അങ്ങനെയാണെങ്കിലേ എന്റെ മോളോട് ഞാൻ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളൊക്കെ പോയി പറയാം. ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രനും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അച്ഛാ വിഷക്കൂട്ടങ്ങളാ, അവരെടുത്ത് തലയെ വെക്കേണ്ട കാര്യമുണ്ടോ? എടാ അബി, ചില സമയത്ത് അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും, അനന്തപുരിക്കാരെ തകർക്കാനായിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചരട് വലിക്കുന്നേ, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പൊ ആദർശ് അനിയുടെ അടുത്തേക്ക് വരുവാണ്. അനി ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, ഏട്ടന് നന്ദുവിന്റെ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ? അതവിടെ നിൽക്കട്ടെ, നീ എന്താ നേരത്തെ വന്നേ? അത് പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല കമ്പനിയിൽ. എടാ, ഇപ്പൊ ഈയിടെ ആയിട്ട് നീ ഇത്തിരി ഉഴപ്പാട്ടോ. എനിക്കറിയാം ആദർശേട്ടാ, പക്ഷെ എന്റെ മനസ്സൊന്നും ശരിയാവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം നവീന്റെ ആലോചന വന്നതിന് ശേഷം നന്ദുവിന്റെ വീട്ടുകാര് ആ ആലോചന നടത്താൻ തീരുമാനിച്ചിരിക്കുക. എനിക്ക് നന്ദുവിനെ നഷ്ടപ്പെടുമെന്നൊരു ഭയമുണ്ട്. എടാ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ മറുപുറത്ത് ആരാന്നറിയാലോ, നവീനാണ്. അവനെ പിണക്കാൻ പറ്റില്ല. എനിക്കറിയാം ആദർശേട്ടാ, എന്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ. എടാ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അത് നേരത്തെ തന്നെ വേണം നീ പറയണായിരുന്നു. നീ താമസിച്ചു പോയി. നീ ഇത്രയും നാളിത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലേ ചെയ്തേ.
നിനക്കിത് തുറന്നു പറയാൻ മേലായിരുന്നോ? പറഞ്ഞില്ലല്ലോ. അവസാന നിമിഷമല്ലേ നീ ഇതൊക്കെ പറയണെന്ന് ചോദിച്ചു. അത് പിന്നെ ആദർശേട്ടാ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആദർശ് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. നവീനെ പിണക്കാൻ പറ്റില്ല. നവീനും നീയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. നവീന്റെ ആലോചന അല്ലാതെ ബാക്കി ആരുടെ ആലോചന ആയിരുന്നെങ്കിലും ഞങ്ങള് അപ്പൊ തന്നെ ഇതിനെ എതിർത്തേനെ. പക്ഷെ നവീൻ ആയതുകൊണ്ട് എതിർക്കാനൊന്നും പറ്റില്ലടാ. പിന്നെ നോക്കട്ടെ. അതെ ആദർശേട്ടാ, നന്ദുവിന് എന്നെ ഇഷ്ടവാ, എനിക്ക് അവളെ ഇഷ്ടവാ. അല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമാന്ന് നിന്നോട് പറഞ്ഞോ? അത് പിന്നെ അപ്പൊ നിനക്കറിയാല്ലേ? അനിയൊന്നും മിണ്ടിയില്ല. പിന്നീട് ആദർശ് നവീനെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ നവീനെ കണ്ട് നവീനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഉം, നന്ദുവായിട്ടുള്ള ആലോചന അതിപ്പോ ഞങ്ങളെല്ലാരെയും വിഷമത്തിലാക്കിയിരിക്കുക. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്. അപ്പം നവീന്റെ ആലോചന വന്നിരിക്കുന്നെ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അവൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിനെ ഇഷ്ടമാണ്. പക്ഷെ ആദർശേട്ട വൈകിപ്പോയി. ഇനി 1 മാസത്തിനുള്ളിൽ തന്നെ എന്റെ അച്ഛൻ വരും. കല്യാണാലോചനകളൊക്കെ തകൃതിയായിട്ട് നടക്കുമായിരുന്നല്ലോ. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നേ, അവളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നേ. ഇനി അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം അത് ആദർശേട്ടനും എല്ലാരും കൂടെ നിന്നിട്ട് നല്ല ഭംഗിക്ക് അങ്ങ് നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം ആദർശേട്ടൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാവുന്നു. കാരണം അനി ഇത് നേരത്തെ പറയുമായിരുന്ന പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവൻ നേരത്തെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നേ. ഈ പറയുന്ന എൻ്റെ അമ്മ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് വിചാരിച്ചല്ല. പക്ഷെ എൻ്റെ അമ്മ പോലും കല്യാണത്തിന് സമ്മതിച്ചു. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ആദർശേട്ടാ, ഞാനും നന്ദും തമ്മിൽ ഒന്നിക്കണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നീട് അനിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ആദർശേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ പോയി കാറിലേക്ക് കയറി. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന്. പിന്നീട് കാറിൽ കയറിയിട്ട് നവീൻ ഇങ്ങനെ ആലോചിച്ചു, നന്ദു അനി എടുത്ത പക്വതയില്ലാത്ത തീരുമാനത്തിന് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കണം. അല്ല, നേരത്തെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒരു പക്ഷേ താൻ ഇപ്പൊ പിന്മാറി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന് വേറെ വിവാഹം ആലോചിക്കും അവളുടെ വീട്ടുകാർ. അത് പാടില്ല. നന്ദു അനിയും കൂടെയാണ് ഒന്നിക്കേണ്ടേ. ചേരേണ്ടവർ തമ്മിൽ ചേരണം. അതിനിപ്പോ തനിക്ക് ഇങ്ങനെ ഒരു നാടകം കളിച്ചാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.